ഇത് ഇറാനെ പൂർണ്ണമായിട്ടും തകർക്കും. ഈ ഒരാഴ്ചയ്ക്കുള്ളിൽ ഇറാനിൽ വലിയ പ്രഹരം നൽകും, വലിയ ആക്രമണം നടത്തും എന്ന് ട്രംപ് പറയുകയാണ്. അതായത് പൂർണ്ണമായിട്ടും ഇറാനെ മാറ്റുക തന്നെ, ഈ ഭൂപടത്തിൽ തന്നെ ഇല്ലാതാക്കുമെന്ന് നേരത്തെ ട്രംപ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇപ്പം ഒന്നുകൂടി ഉറപ്പിച്ച് പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ വലിയൊരു യുദ്ധത്തിലേക്ക് വീണ്ടും പോകും. പക്ഷേ ഇവിടെ ഒരു ചോദ്യം എന്ന് പറയുന്നത്, ട്രംപ് പറയുന്നത് പോലെ ഈ ഒരാഴ്ചയ്ക്കുള്ളിൽ ഈ ഇറാനെ പൂർണ്ണമായിട്ടും തകർക്കാൻ ഈ ട്രംപിന് അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് കഴിയും? ഒരു ചുക്കും നടക്കില്ല. അതാണ് ആദ്യത്തെ ഉത്തരം. ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല. ട്രംപിനെ സംബന്ധിച്ച് ട്രംപ് വല്ലാത്ത രീതിയിൽ വിറളി പിടിച്ചിരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചതാണ്. പക്ഷെ അതിൻ്റെ ആ അവസ്ഥ, ആ ഘട്ടമൊക്കെ കഴിഞ്ഞു. പണ്ടായിരുന്നെങ്കിൽ ചങ്ങലയിൽ ഒതുക്കായിരുന്നു, ഇനി ഷോക്കടിപ്പിക്കേണ്ടി വരുമെന്ന് പറഞ്ഞ പോലെ ട്രംപിൻ്റെ സകല കിളിയും മാറിയിട്ടുണ്ട്. കാരണം ഇപ്പോൾ ട്രംപ് നിന്ന് സംസാരിക്കുന്നത് ഏത് ഘട്ടത്തിലാണെന്നതിനെക്കുറിച്ച് ട്രംപിനൊരു ബോധവുമില്ല എന്ന് പറയേണ്ടി വരും. കാരണം അമേരിക്കൻ കോൺഗ്രസ്സിൽ, അമേരിക്കൻ സെനറ്റിൽ ട്രംപിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ നടക്കുകയാണ്. അല്ലെങ്കിൽ ട്രംപിന് ആയുധങ്ങൾ വാങ്ങാനുള്ള അനുമതി നിഷേധിച്ചിരുന്നു നേരത്തെ തന്നെ. അതിനുശേഷം ഇപ്പോൾ വീണ്ടും ട്രംപ് ഈ വിധത്തിൽ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ശരിയല്ല എന്ന് ട്രംപിൻ്റെ പാർട്ടിക്കുള്ളിൽ ഉൾപ്പെടെ വലിയ വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. അതുകൊണ്ടാണ് കഴിഞ്ഞ ആഴ്ചകൾക്ക് മുൻപ് ഒരു വോട്ടിംഗ് സെനറ്റിൽ നടന്നപ്പോൾ അതിൽ ട്രംപിനെതിരായിട്ടുള്ള ഒരു വികാരമുണ്ടായത്. ട്രംപിന് അനുകൂല പാർട്ടിക്കാർ പോലും ട്രംപിന് അനുകൂലമായി വോട്ട് ചെയ്തില്ല. അതുപോലെ തന്നെ ഈ പറയുന്ന അമേരിക്കൻ കോൺഗ്രസ്സിലാണെങ്കിൽ പോലും കോൺഗ്രസിൻ്റെ അനുമതി ഇല്ലാതെ യുദ്ധം ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു. അപ്പോൾ ഈ യുദ്ധം അധിക നാൾ ഇങ്ങനെ കൊണ്ടുപോകാൻ ട്രംപിന് കഴിയില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. നമ്മളത് ആദ്യം മനസ്സിലാക്കണം. ഇപ്പോൾ അമേരിക്ക ഫാദർലാൻഡും ട്രംപ് ഫാദറുമാണെന്ന് കരുതുന്ന ഇവിടെയുള്ള കുറേ എണ്ണങ്ങൾ കിടന്ന് പറയുന്ന പോലെ എല്ലാ കാര്യങ്ങൾ. ഇപ്പോൾ ട്രംപ് പറയുന്നത് അടുത്ത ആഴ്ച മുതലൊരു വലിയ യുദ്ധം തുടങ്ങാൻ പോവുകയാണെന്ന്. ആരെ വെച്ച് എങ്ങോട്ട് യുദ്ധം ചെയ്യുമെന്നാണ് ഇയാൾ പറയുന്നത്? കാരണം ഒരു വശത്ത് ഇറാൻ്റെ പാർലമെൻറ്റ്, ഇറാൻ്റെ ജനങ്ങൾ ഒറ്റക്കെട്ടാണ്. ഇറാൻ്റെ സൈനിക ശേഷി എന്ന് പറഞ്ഞാൽ 9 ലക്ഷത്തോളം വരും. കരയുദ്ധം എന്ന് പറയുന്ന കരസൈന്യം, അത് അത്രയും വരും. പിന്നെ അതുപോലെ തന്നെ വ്യോമ സേന, നാവികസേന എന്നൊക്കെ പറഞ്ഞ് അമേരിക്കയോട് കിടപിടിക്കുന്ന വിധത്തിൽ തന്നെ, അല്ലെങ്കിൽ കരയുദ്ധത്തിന് ഇറങ്ങുന്ന സൈന്യത്തിൻ്റെ കണക്ക് നോക്കുകയാണെങ്കിൽ അമേരിക്കയേക്കാൾ കൂടുതൽ വേണമെങ്കിൽ ഇറാൻ ഉണ്ട് എന്ന് പറയാം. പിന്നെ ഈ ഖാംനെയിയുടെ സംസ്കാര ചടങ്ങിന് വന്ന 2 കോടിയോളം വരുന്ന ജനങ്ങൾ, അവർ അതിതീവ്രമായ നിലപാടുമായി ട്രംപിനെ കൊല്ലണമെന്ന് പറഞ്ഞുകൊണ്ട് വന്നവരാണ്. ഒരു യുദ്ധം പുറപ്പെട്ടാൽ, അതായത് ഒരു കരയുദ്ധത്തിലേക്ക് ട്രംപ് നീങ്ങുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. അപ്പോൾ അതിനുവേണ്ടി കരയുദ്ധത്തിന് മുന്നോടിയായി ഇറാൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ തകർക്കുക, റോഡുകളും പാലങ്ങളും ഒക്കെ തകർത്തു കഴിഞ്ഞാൽ കരയുദ്ധത്തിന് അമേരിക്കൻ സൈന്യം വരുമ്പോൾ ഇറാൻ്റെ സൈന്യത്തിന് ട്രാൻസ്പോർട്ടേഷൻ നടത്താൻ കഴിയില്ല. അങ്ങനെ ഓരോ ഇറാൻ പോയിന്റുകളും അടിച്ചു തകർക്കാമെന്നുള്ളതാണ് അമേരിക്ക കാണുന്ന സ്വപ്നമെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ കരയുദ്ധത്തിന് ട്രംപ് ഇറങ്ങുകയാണെങ്കിൽ അതോടുകൂടി പൂർത്തിയായെന്ന് പറയാനുള്ളൂ. അമേരിക്കയുടെ ഇടപാട് തീരും. അപ്പോൾ ഇവിടെ സംഭവിക്കാൻ പോകുന്നത്, ട്രംപ് നോക്കുമ്പോൾ ഒരു യുദ്ധത്തിന് ഇറങ്ങുമ്പോൾ ട്രംപിന് ആളെ വേണം. ട്രംപ് നാറ്റോ സഖ്യത്തെ വിളിക്കുന്നു, ഇസ്രായേലിനെ വിളിക്കുന്നു, അല്ലെങ്കിൽ ഇസ്രായേലൊപ്പം ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു, ലോകത്തിൻ്റെ പിന്തുണ തേടുന്നു, ഗൾഫ് രാജ്യങ്ങളുടെ സാമ്പത്തിക പിന്തുണ തേടുന്നു, പൈസയില്ലാതെ ഗതികെട്ടൊരവസ്ഥയായതിനാൽ ഹോർമുസിൽ നിന്ന് ചുങ്കം പിരിക്കാൻ പോകുന്നു. അങ്ങനെ ഗതികെട്ട അവസ്ഥയിലാണ് ട്രംപും അമേരിക്കയും നിൽക്കുന്നത്. എല്ലാവരുടെയും സഹായം തേടിയിട്ട് ഇത് മുന്നോട്ട് പോകാൻ കഴിയൂ എന്ന അവസ്ഥ ട്രംപ് തന്നെ പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ ഇറാൻ്റെ കാര്യം നോക്കൂ. ഇറാൻ്റെ സൈന്യം, ഇറാൻ്റെ IRGC, ഇറാൻ്റെ ഭരണകൂടം, അവിടുത്തെ പാർലമെൻറ്റ്, ജനങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടാണ്. ഭയങ്കര ഐക്യമാണ് ഇറാനിൽ. അതുമാത്രമല്ല റഷ്യ, ചൈന, ഇറാൻ്റെ 2 ഗ്രൂപ്പുകളാണ്. ഇതിൽ റഷ്യ അവരുടെ ഏറ്റവും വലിയ കമാൻഡിങ് സെൻറ്റർ വിമാനം അവിടെ കൊണ്ടിട്ടു, ഇറാനിൽ കൊണ്ടുവന്നിട്ട് ഇനി ഇറാന് അമേരിക്ക നടത്തുന്ന എന്ത് ചാരപ്പണിയും എന്ത് തരത്തിലുള്ള യുദ്ധനീക്കവും നേരത്തെ സെൻസ് ചെയ്യാൻ കഴിയും. അതിനനുസരിച്ച് പ്രതികരിക്കാൻ കഴിയും. എവിടെ വേണമെങ്കിലും എന്ത് തരം ആക്രമണങ്ങളും നടത്താൻ വേണമെങ്കിൽ ഇറാന് രഹസ്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് അത് എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയും. അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ റഷ്യൻ വിമാനം വന്നതിലൂടെ ഉണ്ടെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. പിന്നെ അതുപോലെ നോക്കുക, ചൈനയാണെങ്കിൽ സാങ്കേതികമായിട്ടുള്ള GPS ട്രാക്കിംഗ് അടക്കമുള്ള നിരവധി സഹായങ്ങൾ റഷ്യക്ക് നൽകുന്നു എന്നാണ് വിവരം. അതുകൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇറാൻ ഈ ഹോർമൂസിൽ വലിയ ആക്രമണങ്ങൾ നടത്തുന്നതെന്നാണ് പറയപ്പെടുന്നത്. അപ്പം ഇറാനൊപ്പം എല്ലാവരും ഉണ്ട്. ഇവിടുത്തെ ജനങ്ങളും പാർലമെൻറ്റും എല്ലാവരും ഒറ്റക്കെട്ടാണ്. റഷ്യയും ചൈനയും അവരുടെ ഗ്രൂപ്പുകളും പ്രോക്സി ഗ്രൂപ്പുകളും ഒക്കെ ആക്റ്റീവാണ്. ഇപ്പോൾ ഹൂത്തികൾ പോലും ഇറാൻ്റെ ഒരു കമാൻഡിന് വേണ്ടി കാത്തിരിക്കുകയാണ് ചെങ്കടൽ ബ്ലോക്ക് ചെയ്യാൻ. പക്ഷേ അമേരിക്കയെ സംബന്ധിച്ച് അതല്ല അവസ്ഥ.
അമേരിക്കയ്ക്കുള്ളിൽ വലിയ പ്രതിഷേധമാണ്. അമേരിക്കൻ ജനത ട്രംപിനെതിരാണ്, സെനറ്റ് അംഗങ്ങളെതിരാണ്, ട്രംപിന്റെ പാർട്ടി എതിരാണ്, സാമ്പത്തികമായി വലിയ പ്രശ്നം നേരിടുന്നു, പിരിക്കാൻ തെണ്ടാൻ നടക്കുകയാണ് ട്രംപ്. ഇതൊക്കെ വെച്ചിട്ട് ഇയാൾ ആരോട് യുദ്ധം ചെയ്യുമെന്നാണ് ഈ പറയുന്നത്? ഇപ്പൊ ടോൾ പിരിവ് നടത്തുമ്പോൾ GCC രാജ്യങ്ങൾ വരുന്നുണ്ട്, അത് നടത്താൻ കഴിയില്ല. അല്ല, അത് ഗൾഫ് രാജ്യങ്ങൾക്ക് മനസ്സിലായി, ഇയാളെ നമ്പിനാൽ പ്രശ്നമാണെന്ന് മനസ്സിലായിട്ടുണ്ട്. കാരണം ട്രംപിന് ഇതൊരു ആയുധ കച്ചവടമാണ്, അതുപോലെ എണ്ണക്കച്ചവടമാണ്. ട്രംപിന് എല്ലാം കച്ചവടവും എല്ലാം എന്താണ് പൈസ ഉണ്ടാക്കാനുള്ള പണികളുമാണ്. അതിന് ഗൾഫ് രാജ്യങ്ങളെ ബലിയാടാക്കുകയാണ്. അത് ഗൾഫ് രാജ്യങ്ങൾ ഇനിയെങ്കിലും തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഈ ഒരാഴ്ച കൂടി കഴിയുമ്പോൾ ഗൾഫിന്റെ കാര്യം കട്ടപ്പുകയാവും. ഒരു സംശയവും വേണ്ട. ഹൂത്തികൾ പോലും സൗദിയിലേക്ക് കയറി അടിക്കാൻ എത്ര കാലത്തിന് ശേഷമാണ്, എത്ര വർഷങ്ങൾക്ക് ശേഷം, പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് സൗദിക്ക് നേരെ ഹൂത്തികൾ ഒരു ആക്രമണം നടത്തുന്നത്. അതും ഈ അമേരിക്ക കാരണമാണെന്ന്. ഈ അമേരിക്ക ആവശ്യമില്ലാത്ത പണിക്കിറങ്ങി തിരിച്ചിട്ടാണ് ഇപ്പോൾ ഈ ഗൾഫ് മേഖല മൊത്തം അശാന്തിയിലേക്ക് പോകുന്നത്. എന്തിനാണ് ഇതൊക്കെ സഹിക്കേണ്ട ആവശ്യമെന്നാണ് ഇറാൻ ചോദിക്കുന്നത്. സഹോദര രാജ്യങ്ങളാണ്, ഞങ്ങൾക്ക് ഈ രാജ്യങ്ങളോട് ഒരു ദേഷ്യവുമില്ല. ഖത്തറിനോടോ കുവൈറ്റിനോടോ സൗദിയോടോ ഒന്നും ഞങ്ങൾക്ക് ഒരു ദേഷ്യമില്ല. പക്ഷേ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ അവിടെ പ്രവർത്തിക്കുന്നിടത്തോളം കാലം ഞങ്ങൾ ആക്രമിക്കും. അതാ സൈനിക കേന്ദ്രങ്ങളെയാണ് ആക്രമിക്കുന്നത്. പക്ഷെ എത്ര പറഞ്ഞാലും സൈനിക കേന്ദ്രങ്ങളിലേക്ക് മാത്രം എന്ന് പറഞ്ഞ് നടത്തുന്ന ഈ ആക്രമണങ്ങൾ ആ നാടിനെ വല്ലാതെ ബാധിക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഹോർമൂസ് അടഞ്ഞു കിടക്കുന്നത് കൊണ്ട് ഗൾഫ് രാജ്യങ്ങൾക്കുണ്ടാകുന്ന നഷ്ടം എണ്ണി തിട്ടപ്പെടുത്താൻ പോലും കഴിയില്ല. അത്രയും വലിയ നഷ്ടമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഗൾഫ് രാജ്യങ്ങൾ ഈ നഷ്ടവും തിരിച്ചടിയും വേദനയും വിഷമവും സാമ്പത്തിക പ്രശ്നങ്ങളും ഒക്കെ അനുഭവിക്കുക. ഈ യുദ്ധം തുടങ്ങി വെച്ചാൽ ട്രംപ് ലാലാ പാടിക്കൊണ്ട് നടക്കുക. അതാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. ഒരു പരിധിയില്ലേ ഇതിനൊക്കെ? ഗൾഫ് രാജ്യങ്ങളെ വഞ്ചിക്കുന്നതിനും പറ്റിക്കുന്നതിനും ഒക്കെ ഒരു പരിധിയില്ലേ? ഈ ഒരു യുദ്ധം എല്ലാം നടത്തുമ്പോൾ ഈ ഗൾഫ് രാജ്യങ്ങളെയൊക്കെ ചതിക്കുമ്പോഴും ട്രംപിന്റെ ഏറ്റവും വലിയൊരു ഫോക്കസ് എന്ന് പറയുന്നത് ബിസിനസ്സാണ്. അതെ, പക്കാ ബിസിനസ്സാണ്, വെറും ബിസിനസ്സാണ്. അതായത് യുദ്ധം നടന്നാൽ അയാൾക്ക് നേട്ടം ആയുധ കച്ചവടം, യുദ്ധം നടന്നില്ലെങ്കിൽ നേട്ടം എണ്ണക്കച്ചവടം, ഇനി ഹോർമൂസ് തുറന്നാൽ ആൾക്ക് നേട്ടം എന്താണ്? അവിടുത്തെ കപ്പലുകളുടെ ഇത് ടോൾ ഈടാക്കാം. എല്ലായിടത്തും ലാഭത്തിന്റെ ഓരോരോ സമവാക്യങ്ങൾ എഴുതി വെച്ചിട്ട് എക്സിക്യൂട്ട് ചെയ്യാണ്. അതായത് പൂച്ച വീണാൽ 4 കാലിൽ എന്ന് പറയുന്ന പോലെ ട്രംപ് ചെയ്താൽ എവിടെ പോയാലും ലാഭം. പക്ഷെ അത് ജനങ്ങൾ അല്ലെങ്കിൽ ലോകം തിരിച്ചറിയുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇറാന്റെ അടുത്ത് ഒരു ചുക്കും നടക്കില്ല, ഇറാനെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പം ഇറാന്റെ ചെക്ക് പോയിന്റുകൾ ആക്രമിക്കുന്നു, സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കും. ശരിയാണ്, യുദ്ധമാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും തിരിച്ചടി ഉണ്ടാവും. പക്ഷേ യുദ്ധം ജയിക്കണമെങ്കിൽ ഒരു രാജ്യത്തെ കീഴ്പ്പെടുത്തണം, അല്ലെങ്കിൽ ആ രാജ്യം വരുതിയിൽ വരണം, മാപ്പ് പറയണം, അല്ലെങ്കിൽ ഒപ്പം നിൽക്കണം. അതായത് ഇനി ഞങ്ങളെ ആക്രമിക്കരുത്, നമുക്ക് ഒന്നിച്ച് മുന്നോട്ട് പോകാം, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് ഞങ്ങൾ അംഗീകരിക്കാമെന്നെങ്കിലും ഒരു രാജ്യം പറയാതെ യുദ്ധത്തിൽ വിജയിക്കാൻ കഴിയില്ല. ഇവിടെ ആദ്യത്തെ യുദ്ധലക്ഷ്യങ്ങൾ മുഴുവൻ പാളി. രണ്ടാമത്തെ യുദ്ധലക്ഷ്യം ഹോർമൂസ് ആണ്, അതിലും അമേരിക്കയ്ക്ക് പാളിച്ചയാണ്. പിന്നെ എവിടെ യുദ്ധം ജയിക്കുമെന്നാണ് ഇയാൾ പറയുന്നത്? ട്രംപ് എവിടെ യുദ്ധം ജയിക്കുമെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഏത് യുദ്ധം ജയിക്കുന്ന കാര്യമാണ് പറയുന്നത്? ഈ യുദ്ധത്തിൽ ഒരു കാരണവശാലും ട്രംപിന് ജയിക്കാൻ കഴിയില്ല. ജയിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, ട്രംപ് പ്രതീക്ഷിക്കുന്നതും അല്ലെങ്കിൽ ട്രംപ് സ്വപ്നം കാണുന്നതും ഒന്നും നടക്കാൻ പോകുന്നില്ല. ഇനി ഉണ്ടാകാൻ പോകുന്ന കാര്യം കൂടി ഞാൻ പറയാം, എഴുതി വെച്ചു. അതായത് ഗൾഫ് രാജ്യങ്ങൾ ശക്തമായ സമ്മർദ്ദം അമേരിക്കയ്ക്ക് മേലെ ചെലുത്തും. പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൾഫ് രാജ്യങ്ങൾ അല്ലെങ്കിൽ മധ്യസ്ഥ രാജ്യങ്ങൾ, ഇപ്പോൾ ഖത്തർ, പാകിസ്ഥാൻ, ഈജിപ്റ്റ് ഒക്കെയാണ് ഈ മധ്യസ്ഥ ശ്രമങ്ങൾക്ക് വേണ്ടി നടന്നിരുന്നത്. അപ്പോൾ അങ്ങനെ മധ്യസ്ഥ ശ്രമങ്ങൾ നടക്കുമ്പോൾ ഇറാനും അയഞ്ഞു കൊടുത്തിരുന്നു. അന്നൊക്കെ ഇറാനും പറഞ്ഞിരുന്നു ഇന്നിന്ന കാര്യങ്ങൾ, അതായത് ഉപരോധങ്ങൾ അവസാനിപ്പിക്കുക, ഞങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകുക, ഹോർമൂസിൽ ഞങ്ങൾ പറയുന്ന വഴിക്ക് കപ്പലുകൾ അയക്കുക, ഇതൊക്കെ നിങ്ങൾ അംഗീകരിക്കുകയാണെങ്കിൽ നമുക്ക് കരാറിനെ കുറിച്ച് ആലോചിക്കാം എന്നായിരുന്നു പണ്ട് ഇറാൻ പറഞ്ഞിരുന്നത്. പക്ഷെ ഇപ്പൊ ഇറാൻ പറയുന്നത് വിജയിക്കുന്നത് വരെ ഞങ്ങൾ യുദ്ധം ചെയ്യും. അതായത് അമേരിക്കയോട് പ്രതികാരം വീട്ടുന്നത് വരെ. എന്താണ് പ്രതികാരം? ട്രംപിന്റെ മരണം. അതാണ് ഏറ്റവും വലിയ പ്രതികാരം. നെതന്യാഹുവിന്റെ മരണം, 10-13 ഉന്നതരുടെ മരണം. അതായത് ആയത്തുള്ള അലി ഖാംനെയുടെ സംസ്കാര ശുശ്രൂഷയ്ക്ക് ശേഷം മുജ്തബ ഖാംനെയി നടത്തിയ വെല്ലുവിളി, ആ പറച്ചിൽ എന്ന് പറയുന്നത് വെറുതെ പറയുന്നതല്ല. നിന്നെ ഞാൻ കാണിച്ചു തരാമടാ, അല്ലെങ്കിൽ ട്രംപ് ഇറാനെ ഇപ്പൊ തുടച്ചു നീക്കുമെന്ന് പറയുന്ന പരിപാടിയല്ല. ഇത് കൃത്യമായ കാൽക്കുലേഷനിൽ തന്നെ ഇറാൻ പറയുന്നതാണ്. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ, ഈ ഖാംനെയുടെ സംസ്കാര ചടങ്ങിന് ശേഷം ഇറാന്റെ ആക്രമണങ്ങളുടെ തീവ്രത വലിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ട്. അത് ലോകമാധ്യമങ്ങൾ മുഴുവൻ സമ്മതിക്കുന്ന കാര്യമാണ്. എന്തുകൊണ്ടാണ് ആ തീവ്രത വർധനയുണ്ടായത്? ഇറാൻ ഈ യുദ്ധത്തെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോവാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനമായി നമ്മൾ കാണേണ്ട കാര്യം. അപ്പോൾ ഇറാൻ ഈ യുദ്ധത്തെ ഒരു വലിയ തീവ്രമായ തലത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ ഇനി മധ്യസ്ഥ രാജ്യങ്ങളല്ല, ട്രംപ് വിചാരിച്ചാൽ പോലും ഈ യുദ്ധത്തിൽ ഒരു പിന്മാറ്റത്തിന് ഇറാൻ തയ്യാറാകില്ല. അല്ലെങ്കിൽ ട്രംപ് പിന്മാറണം. അതായത് ഇനി ഞങ്ങൾ ഇറാനെ ആക്രമിക്കില്ല എന്നും പറഞ്ഞ് വന്ന വഴിക്ക് തിരിച്ചോടണം. എല്ലാ സൈനിക സന്നാഹങ്ങളും പിൻവലിക്കണം. ഹോർമൂസിൽ ഇറാൻ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ എന്ന് പറയണം. ഇറാനെതിരായ ഉപരോധങ്ങൾ നീക്കണം. അതൊന്നും ചെയ്യാതെ ഇനി ഈ യുദ്ധം നിൽക്കുമെന്ന് ആരും കരുതണ്ട.
ഈ യുദ്ധത്തിൽ ഇനി ഇറാനെ തോൽപ്പിക്കാമെന്നും കരുതണ്ട. കാരണം ചെയ്യാവുന്നതിന്റെ അങ്ങേയറ്റം ട്രംപ് ഇതോടകം ചെയ്തു കഴിഞ്ഞു. ഇസ്രായേലും അമേരിക്കയും ഒന്നിച്ചിറങ്ങി യുദ്ധത്തിൽ ഇപ്പൊ അമേരിക്ക ഒറ്റയ്ക്കേ ഉള്ളൂ. കാരണം ഇസ്രായേലിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. നെതന്യാഹു പല 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 പ്രശ്നങ്ങളുമായിട്ട് അതിലെ ചുറ്റിത്തിരിഞ്ഞ് നടക്കുകയാണ്. അദ്ദേഹത്തിന്റെ കുടുംബത്തിന് സുരക്ഷ വേണമെന്നുള്ളതാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ ഏറ്റവും വലിയ ആവശ്യം. മുമ്പ് ഇറാൻ ആണവായുധം ഇല്ലാതാക്കണം, ഇറാന്റെ ആണവശേഷി നിർവീര്യമാക്കണം, ഇറാനെതിരായിട്ടുള്ള യുദ്ധം ഞങ്ങൾ തുടരും, ഞങ്ങളുടെ ശത്രുക്കൾക്കെതിരായ മുഴുവൻ യുദ്ധവും തുടരും, ജൂതന് കടന്നുറങ്ങണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന നെതന്യാഹു ഇപ്പോൾ സ്വന്തം ഭാര്യയും മക്കളെയും സംരക്ഷിക്കണമെന്ന് പറഞ്ഞ് ഭരണകൂടത്തിന് അപ്ലിക്കേഷൻ കൊടുക്കുകയാണ്. ഞാൻ പ്രധാനമന്ത്രിയായി ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ തോറ്റാലും എൻ്റെ കുടുംബത്തെ നിങ്ങൾ നോക്കിക്കോണം എന്ന് പറയണം. കാരണം എന്താണ്, തെരഞ്ഞെടുപ്പിൽ തോറ്റാൽ ആശാൻ അഴിക്കുള്ളിലാവും, പ്രോസിക്യൂഷൻ നടപടികൾ വരും, പ്രധാനമന്ത്രിയുടെ പ്രിവിലേജ് നഷ്ടപ്പെടും, അഴിക്കുള്ളിൽ പോകേണ്ടി വരുമെന്നാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ. അപ്പം അങ്ങനെ താൻ അകത്ത് പോയാലും കുടുംബത്തെ നോക്കിക്കോണം എന്നുള്ളതാണ്. ആ നിലയിലെത്തി അത്രയും ഗതികെട്ട അവസ്ഥയിലേക്ക് നെതന്യാഹു വന്നു എന്നുള്ളതാണ്. അപ്പോൾ യുദ്ധവുമായി ബന്ധപ്പെട്ട് നെതന്യാഹുവിൻ്റെ പേരോ ഇസ്രായേലിൻ്റെ ഇടപെടലുകളോ ഒന്നും ഇപ്പോൾ കാണാൻ കഴിയുന്നില്ല. ഇപ്പോൾ അമേരിക്ക ഒറ്റയ്ക്കാണ്. ആ അമേരിക്കയാണ് റഷ്യയും ചൈനയും ഒരു രാജ്യത്തെ ജനങ്ങൾ മുഴുവനും പാർലമെന്റും സൈന്യവും ഈ പ്രോക്സി ഗ്രൂപ്പുകളും ഒക്കെ കൂടെ നിൽക്കുന്ന കരുത്തനായി ഇറാനെ തകർക്കുമെന്ന് പറയുന്നത്. എന്തൊരു ലോജിക്ക് വേണ്ടേ? അപ്പം ഞാനിപ്പോഴും പറയുന്നു, ഇറാനിലേക്ക് ബോംബിട്ടാൽ പൊട്ടും, ഇറാനിൽ വലിയ തകർച്ചയുണ്ടാവും. അത് അമേരിക്ക അത് ചെയ്യുന്നുണ്ട്. ഇറാന് നാശനഷ്ടങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ട് താനും. പക്ഷേ ആശയപരമായിട്ട് ഈ യുദ്ധവിജയം എന്ന കണ്ണിൽ നോക്കുമ്പോൾ അമേരിക്കയ്ക്ക് ജയിക്കാനോ മുന്നോട്ട് പോകാനോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പൊ ഈ യുദ്ധം മുന്നോട്ട് പോകുമ്പോൾ തന്നെ എല്ലാ ദിവസവും ചോദിക്കുന്ന ഒരു കാര്യമാണ് എപ്പോൾ അവസാനിക്കും എന്നുള്ളത്. ഇപ്പൊ ട്രംപ് ഈ വെല്ലുവിളി നടത്തുന്നു, ഇത് പറയുന്നു, അല്ലെങ്കിൽ യദുവിന്റെ ഒരു കാഴ്ചപ്പാടിൽ അല്ലെങ്കിൽ യദുവിന്റെ ഒരു നിരീക്ഷണത്തിൽ പറയുന്നു ഈ യുദ്ധത്തിൽ അമേരിക്കയ്ക്ക് ഒന്നും തന്നെ ചെയ്യാൻ കഴിയുന്നില്ല എന്ന്. പക്ഷേ എങ്കിലും യദു, നമ്മൾ ഈ യുദ്ധം എങ്ങനെയെങ്കിലും അവസാനിപ്പിച്ചു അല്ലെങ്കിൽ ഒരു സമാധാനം വന്നേ പറ്റൂ. കാരണം ഈ യുദ്ധത്തിന്റെ പേരിൽ ഇരു രാജ്യങ്ങളും അവിടെ സംഘർഷം ഉണ്ടാക്കുമ്പോൾ അത് ഈ ഗൾഫ് മേഖലകളെ നമ്മളെയും വല്ലാതെ ബാധിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഈ ഒരു എത്ര മാസത്തിനുള്ളിൽ നമുക്ക് ഒന്ന് തിരിച്ചു വരാൻ പറ്റും പഴയതുപോലെ? അന്ന് നമ്മൾ ഇതേണക്കൊരു ഡിബേറ്റ് എടുത്തപ്പോൾ പറഞ്ഞു ഒരു 2-3 മാസം എടുക്കും, കാരണം അന്ന് വെടിനിർത്തൽ കരാറൊക്കെ വന്നിരുന്നു. പക്ഷെ ഇതെല്ലാം ഇപ്പൊ പൊളിഞ്ഞ് ഒരു കരാറും ഇല്ലാതെ മുന്നോട്ട് പോകുക, യാതൊരു പിടിയും ഇല്ല. എന്ത് ചെയ്യണം, എപ്പോൾ വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുക, അതിന്റെ മധ്യസ്ഥ ചർച്ചകളൊക്കെ പരാജയപ്പെട്ട് മുന്നോട്ട് പോകും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ ഒരു പഴയ രീതിയിലേക്ക് വിലക്കയറ്റമൊക്കെ വല്ലാതെ കൂടിയിരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ പഴയ ഒരു രീതിയിലേക്ക് എത്താൻ ഒരുപാട് കാലം എടുക്കേണ്ടി വരുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പോഴുണ്ടായ ഡാമേജ് പരിഹരിച്ച് വീണ്ടും അത് ഒന്ന് റിപ്പയർ ചെയ്തെടുക്കണമെങ്കിൽ തന്നെ കാലങ്ങൾ വരും. ഇപ്പോൾ നോക്കുക, ഇന്ധന വില 3 തവണ ഇന്ത്യയിൽ കൂടി. ഈ യുദ്ധം നടക്കുന്ന സമയത്ത് മുമ്പ്. അതിനുശേഷം വെടിനിർത്തലുണ്ടായപ്പോൾ ഇന്ധന വില കുറഞ്ഞു, സാധനങ്ങളുടെ വില കുറഞ്ഞു, ഗ്യാസിന്റെ വില വളരെ തുച്ഛമായ എന്തോ ഒരു എമൗണ്ട് കുറഞ്ഞു. അല്ലാതെ ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഉയർന്ന വില എവിടെയും കുറഞ്ഞിട്ടില്ല. അതിനനുസരിച്ച് മനുഷ്യന് ലഭിക്കുന്ന വരുമാനത്തിനൊരു കൂടുതലും ഉണ്ടായിട്ടില്ല. അപ്പോൾ ചെലവ് കൂടുകയും വരുമാനം അതേപോലെ തന്നെ നിൽക്കുകയും ചെയ്യുമ്പോൾ മനുഷ്യർ ദുരിതത്തിലാവും. സാധാരണക്കാരുടെ കാര്യം പറഞ്ഞാൽ അവർ ഒരുപക്ഷെ പട്ടിണിയിലേക്ക് പോലും പോകും. അപ്പോൾ അതിനെ അതിജീവിക്കണമെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞാലും ഈ പ്രശ്നം കാരണം നിലച്ചുപോയ പല മേഖലകളും പുനരുജ്ജീവിച്ച് അല്ലെങ്കിൽ കൂടുതൽ ഊർജ്ജസ്വലമായി തിരിച്ചു വന്ന് പഴയതുപോലെ ഒരു പഴയ നിലയിലേക്ക് എത്തണമെങ്കിൽ അത്യാവശ്യം സമയമെടുക്കും. അപ്പോൾ ഇത് ഓരോ ദിവസവും ട്രംപ് യുദ്ധം എന്ന് പറഞ്ഞ് ഈ അന്തരീക്ഷം ഇങ്ങനെ കലുഷിതമാക്കുകയും ഇറാൻ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ആഘാതങ്ങൾ വർദ്ധിക്കും, നാശനഷ്ടങ്ങൾ വർദ്ധിക്കും. ഇതുപോലെ സാമ്പത്തികമായിട്ടും വാണിജ്യപരമായിട്ടും ഒക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ രൂക്ഷമാകും. പെട്ടെന്നൊരു ദിവസം വെടിനിർത്തൽ നടത്തിയാലും ഈ പ്രശ്നങ്ങൾ പഴയതുപോലെ ആകണമെങ്കിൽ, അതായത് ഈ പ്രശ്നങ്ങളൊക്കെ മാറി പഴയ അവസ്ഥ, യുദ്ധത്തിന് മുമ്പുള്ള ഏതവസ്ഥയിലേക്കായാലും, സാമൂഹ്യ അവസ്ഥയും സാമ്പത്തിക അവസ്ഥയും വ്യാവസായികമായിട്ടുള്ള കാര്യങ്ങൾ, എല്ലാ കാര്യവും പഴയതുപോലെ എത്തണമെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരും. ഓരോ മേഖലയും ഓരോ രീതിയിലാണ്. എന്തായാലും എളുപ്പത്തിൽ ഈ പ്രശ്നങ്ങളൊന്നും പരിഹരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ദുരന്തം. അതുമാത്രമല്ല, ഇതിനൊക്കെ കാരണം അമേരിക്കയാണ് എന്നുള്ളത് മറന്നു പോകരുത് എന്നുള്ളത് കൂടി പറയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഏത് രീതിയിൽ എങ്ങനെ നോക്കിയാലും ന്യായം ഇറാൻ്റെ ഭാഗത്താണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ആ രാജ്യത്തിൻ്റെ പരമാധികാരത്തിലേക്ക് കടന്നു കയറി ആക്രമണം നടത്താൻ ഒരു അവകാശവും ട്രംപിനില്ല. ഇനി ആ രാജ്യത്തേക്ക് കടന്നു കയറിയത് ആ രാജ്യത്തിൻ്റെ ആണവായുധം അല്ലെങ്കിൽ ആണവശേഷി ലോകത്തിന് ഭീഷണിയായതുകൊണ്ടാണ് എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോഴും ആ പോയിന്റിൽ തന്നെ ട്രംപ് നിൽക്കണം. ഇപ്പൊ ട്രംപ് ന്യൂക്ലിയർ എന്നുള്ള വാക്കുപയോഗിച്ച് എത്ര കാലമായി? ആണവശക്തി ഒന്നല്ല ഇപ്പോൾ വിഷയം, ഇപ്പോൾ ഹോർമൂസ് പിടിക്കുക എന്നുള്ളതാണ് വിഷയം. അത് കച്ചവട താല്പര്യമായിരുന്നു എന്നിപ്പോൾ നമ്മൾ തിരിച്ചറിയുന്നു. അതായത് അയാളുടെ കച്ചവട താല്പര്യത്തിന് വേണ്ടി ലോകത്തെ മുഴുവൻ ബലി കൊടുക്കുന്ന അവസ്ഥയിലേക്ക്, ദുരന്തത്തിലേക്ക് തള്ളിവിടുന്ന അവസ്ഥയിലേക്ക്
ട്രംപ് കാര്യങ്ങൾ എത്തിച്ചു. അതാണ് യാഥാർത്ഥ്യം, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അതാണ് പറയേണ്ടത്.